بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: اقرأوا القرآن فإنه يأتي يوم القيامة ഷഫീഅൻ ലി അസ്ഹാബി. ആദരണീയരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ, പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മറ്റൊരു വെള്ളിയാഴ്ചയിലേക്ക് എത്താനുള്ള അനുഗ്രഹം നമ്മിലേക്ക് വന്നു ചേർന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ സ്ഥാനം പിടിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല ലോകത്തുള്ള മനുഷ്യ ജിന്ന് വർഗങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ഖുർആനിന് പകരം ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? കഴിയുന്നവർ കൊണ്ടുവരട്ടെ എന്ന് അല്ലാഹു തആല വെല്ലുവിളിക്കുന്നുണ്ട്. നാളിതുവരെ ഒരു മനുഷ്യനും അതിന് സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന് സാധ്യവുമല്ല. ലോകം മുഴുവനുള്ള മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും ബഹുമാനിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ പേജുകളെ മറിക്കണമെങ്കിൽ, ആ ഖുർആൻ ഒന്ന് എടുക്കണമെങ്കിൽ വുളൂ ഇല്ലാത്ത ഒരാൾക്ക് സാധ്യവും അല്ല. അത്രയും പവിത്രതയോടുകൂടെ, ശുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. വലിയ അശുദ്ധിക്കാരനായിരിക്കെ ഹൈലുള്ള സ്ത്രീകൾ, നിഫാസുള്ള സ്ത്രീകൾ, വലിയ അശുദ്ധിയുള്ള പുരുഷന്മാർ, ഇവർക്കൊന്നും പരിശുദ്ധമായ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അത്രത്തോളം ശുദ്ധിയോടുകൂടെ എടുക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതുമായ ഒരു ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പടക്കങ്ങൾ പൊട്ടിച്ചപ്പോൾ പല ഭാഗങ്ങളിലും ആ പടക്കത്തിൻ്റെ കടലാസായി ഉപയോഗിച്ചത് പരിശുദ്ധമായ ഖുർആനിൻ്റെ പേജുകളെയാണ്. അല്ലാഹ് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. വലിയ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അതിലൂടെ ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഉണ്ടായി. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പടക്കക്കടലാസുകളായി പരിശുദ്ധമായ ഖുർആനിൻ്റെ പേജുകൾ വന്നത്? അതിൻ്റെ ഒരു കാരണമായി നാം മനസ്സിലാക്കുന്നത്, നമ്മുടെ വീടുകളിൽ നിന്ന് പഴയ
കടലാസുകൾ, പഴയ വസ്തുക്കൾ ആക്രിക്കടയിലേക്ക് ആക്രിക്കാർക്ക് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പരിശുദ്ധമായ ഖുർആൻ, മദ്രസയിലെ പുസ്തകങ്ങളെല്ലാം അലക്ഷ്യമായി കൊണ്ട് ശ്രദ്ധയില്ലാതെ അതെല്ലാം വിറ്റഴിക്കുന്ന പ്രവണതയിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. നാം എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെയധികം ജാഗ്രത ഈ വിഷയത്തിൽ എടുക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ, മദ്രസയിലെ പുസ്തകങ്ങളെ നാം അലക്ഷ്യമായി കൊണ്ട് വലിച്ചെറിയുകയോ ആക്രിക്കടക്കാർക്ക് വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. അതിലൂടെ വലിയ അപകടം നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ എങ്ങനെയാണ് നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കുന്നത്? പരിശുദ്ധമായ ഖുർആനിനെ എങ്ങനെയാണ് ആക്രിക്കടക്കാർക്ക് വിൽക്കാൻ നമുക്ക് മനസ്സ് വരുന്നത്? പരിശുദ്ധമായ ഖുർആനിനെ എങ്ങനെയാണ് നാം ബഹുമാനിക്കാതെ നിന്ദിക്കുന്നത്? ഇതെല്ലാം ഈമാനിന്റെ കുറവാണ്. പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാത്ത മനസ്സുകളിൽ അല്ലാഹു തആല ഈമാൻ എടുത്തു കളയുന്നതാണ്. നോക്കൂ നിങ്ങൾ, നാം എല്ലാവരും ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. മക്കൾ വാപ്പയെ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, മുതിർന്നവരെ ബഹുമാനിക്കുന്നു, യതീം മക്കളെ ബഹുമാനിക്കുന്നു. എന്നാൽ യുസന്നുൽ ഖിയാമു ലിൽ മുസഹഫി കൽ ആലിമി, ഒരു ആലിമിനെ കണ്ടാൽ നാം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ പരിശുദ്ധമായ ഖുർആനിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. ബൽ ഔല എന്നല്ല, ആലിമിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാൾ, വാപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാൾ, ഉമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാൾ, മറ്റാരെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാളും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പരിശുദ്ധമായ ഖുർആനിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലാണ് എന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം രാവിലെ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ചെറിയ മക്കൾ, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ മക്കൾ മദ്രസയിൽ നിന്ന് വിട്ടുവരുന്നത്. അവരുടെ കയ്യിൽ മുസ്ഹഫ് ഉണ്ട് എങ്കിൽ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. എന്തേ കാരണം? നമ്മുടെ മക്കളുടെ കയ്യിൽ, ആ കുഞ്ഞു മക്കളുടെ കയ്യിൽ പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്. ആ ഖുർആനിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, ഖുർആനിനെ അനുധാവനം ചെയ്യാതെ എങ്ങനെയാണ് നാം ഒരു പരിപൂർണമായിട്ടുള്ള മുസ്ലിം ആവുക? പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിച്ചത് കാരണം, സ്നേഹിച്ചത് കാരണം സ്വർഗീയ ലോകത്ത് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടിയ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ആ കൂട്ടത്തിൽ ഹിജറ 26 ജനിച്ച അബ്ദുൽ മലിക് ബിനു മർവാൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം വലിയ സന്തോഷത്തിലാണ്. ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും വലിയ സന്തോഷത്തിലാകാനുള്ള കാരണം? അദ്ദേഹം പറയുകയാണ്, ഞാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഖജനാവിലേക്കൊന്ന് കടന്നു. ആ ഖജനാവിലേക്ക് കടന്നപ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിൽ ഒരു കത്ത് ഉള്ളതായി ഞാൻ കണ്ടു. ആ കത്ത് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഗവർണർക്ക് അയച്ച കത്തായിരുന്നു ആ ഖുർആനിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ദേഷ്യം വന്നു. ഞാൻ ആ ഗവർണറെ വിളിച്ചു. അദ്ദേഹത്തോട് വലിയ ദേഷ്യത്തോടു കൂടെ ഞാൻ സംസാരിച്ചു.
അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണോ ഈ കത്ത്? പരിശുദ്ധമായ ഖുർആനിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമോ ഈ കത്തിനെ? ആ കത്ത് ഞാൻ ദേഷ്യത്തോടുകൂടെ കീറിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ മേൽ ഒന്നിനെയും വെച്ചുകൂടാ. പരിശുദ്ധമായ ഖുർആനിനെ ഞാൻ ബഹുമാനിച്ചത് കാരണം അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധമായ ഖുർആനിനെ ഞാൻ ആദരിച്ചത് കാരണം എൻ്റെ മനസ്സിൽ പരിശുദ്ധമായ ഖുർആനിനോടുള്ള ബഹുമാനം, ആ ബഹുമാനം അള്ളാഹു താല വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് സ്വർഗീയ ലോകത്ത് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിപ്പോയി എന്ന് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി പറയുന്നുണ്ട്. അദ്ദേഹം വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. ഉമവിയ്യ കാലഘട്ടത്തിലുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീടുകളിലും പരിശുദ്ധമായ ഖുർആനുണ്ട്. ആ ഖുർആനിനെ നാം എത്ര ദിവസമായി എടുത്ത് മറിച്ചു നോക്കിയിട്ട് ആ ഖുർആനിന്റെ മുകളിൽ പൊടിപടലങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ടാവും, പൊടിയുണ്ടാവും ഖുർആനിന്റെ മുകളിൽ, ചിലപ്പോൾ മാറാലകൾ ഉണ്ടാവും. നാം പരിശുദ്ധമായ ഖുർആനിനെ ഉപയോഗിക്കുന്നത്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. വൃത്തിയുള്ള സ്ഥലത്തെ പരിശുദ്ധമായ ഖുർആനിനെ വെക്കാവൂ, ഉയർന്ന സ്ഥലത്തെ പരിശുദ്ധമായ ഖുർആനിനെ വെക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനുകളാക്കല്ലേ. ഖബർസ്ഥാൻ എങ്ങനെയാണ്? ആ ഖബർസ്ഥാനിലേക്ക് ആളുകൾ വരുമ്പോഴേ അവിടെ ഖുർആൻ പാരായണം നടക്കുന്നുള്ളൂ. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ജുമുഅയ്ക്ക് മുമ്പ് വരുമ്പോൾ ഖബറാളികൾക്ക് വേണ്ടി ഓതുന്ന ഖുർആൻ, അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും വന്നാൽ ഓതപ്പെടുന്ന ഒരു സ്ഥലമാണ് മക്ബറകൾ. ആ മക്ബറയിൽ എപ്പോഴും പരിശുദ്ധമായ ഖുർആൻ ഓത്ത് നടക്കുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കല്ലേ. എപ്പോഴും പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഇടങ്ങളാകണം നമ്മുടെ ഭവനങ്ങൾ. ഒരു ദിവസം ഓതാനുള്ളതല്ല ഖുർആൻ, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഓതി 3-ാമത്തെ ദിവസം ഓതാതിരിക്കേണ്ടതല്ല പരിശുദ്ധമായ ഖുർആൻ. എപ്പോഴും സദാസമയവും നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വരികൾ ഓതേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഒരു ദിവസം ഓതിക്കഴിഞ്ഞാൽ ആ ദിവസം പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് ശൈത്താൻ പുറപ്പെടുന്നതാണ്. ശൈത്താനിന്റെ ഉപദ്രവങ്ങളൊന്നും ആ വീട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മുടെ വീടുകളിൽ വലിയ പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതി നോക്കൂ, ആ വീട്ടിൽ ബറക്കത്തുകൾ നിറയുന്നതായി കാണാം. പണ്ട് കാലത്തൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകൾ ഉണ്ടായിരുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ എടുത്തിരിക്കുന്ന ഉമ്മമാരുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് ആ കാഴ്ചകളെല്ലാം അസ്തമിച്ചു പോയിരിക്കുകയാണ്. ഖേദകരമെന്ന് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളാകുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ കുറഞ്ഞു വരും. എത്രത്തോളം നമ്മൾ പരിശുദ്ധമായ ഖുർആനിനോട് ബന്ധം പുലർത്തുന്നുണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതാത്ത കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്തൊരു കാലമുണ്ടായിരുന്നു, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഖുർആൻ ഓതിയാലേ ഭക്ഷണം തരുള്ളൂ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഉപ്പമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സിലാണ്. വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണമാണ്, ഭക്ഷണം കഴിച്ച് അവർ ഉറങ്ങിപ്പോയി. പരിശുദ്ധമായ ഖുർആൻ രാവിലെ മദ്രസയിലേക്ക് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ അവിടെ ഓതുന്ന ഒരു ഓത്ത് മാത്രമേ ഉള്ളൂ. വീടുകളിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന അവസ്ഥകൾ വളരെ വളരെ പരിമിതമാണ്, കുറഞ്ഞു പോയിട്ടുണ്ട്.
പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത വീടുകളാകാൻ പാടില്ല നമ്മുടെ ഭവനങ്ങളെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആൻ ഫീ ബുയൂതിക്കും, നിങ്ങളുടെ വീടുകളിൽ ധാരാളം പരിശുദ്ധമായ ഖുർആൻ ഓതണം, ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. ഫഇന്നൽ ബൈതല്ലദി ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത വീടുകളുണ്ടെങ്കിൽ യഖില്ലു ഖൈറുഹു, ആ വീട്ടിൽ ഖൈറ് കുറഞ്ഞു പോകും, സമാധാനം നഷ്ടപ്പെടും, ബറക്കത്ത് കുറഞ്ഞു പോകും, ഐശ്വര്യമില്ലാതെയായി പോകും. വയക്സുറു ശർറുഹു, ആ വീട്ടിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും, വലിയ ഷർറായിരിക്കും, വലിയ പ്രതിസന്ധികളായിരിക്കും, വലിയ പരീക്ഷണങ്ങളായിരിക്കും. വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടിൽ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകൾ കുടുസ് അനുഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള അവസ്ഥ, ഭർത്താവിന് ഭാര്യയെ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റുന്നില്ല, മക്കൾക്ക് വാപ്പാനെ പറ്റുന്നില്ല, മക്കൾക്ക് ഉമ്മാനെ പറ്റുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പറ്റുന്നില്ല, കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം അടിപിടിയാണ്. ഇതിൻ്റെ ഒക്കെ പ്രശ്നം പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ ഓതുന്നില്ല എന്നതാണ്. ആ വീട്ടിലുള്ള ആളുകൾ അവിടെ ഖൽബ് മരവിച്ചു പോകും, ഖൈറിനോട് താല്പര്യം ഉണ്ടാവൂല. വഅലിന്റെ സദസ്സുകൾ വരുമ്പോ അല്ലെങ്കിൽ നടക്കുമ്പോ ആ വഅല് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവൂല. മക്കള് തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. മക്കള് ലിബറലിസം തലയിൽ കയറിക്കൊണ്ട് നടന്നു പോകും. വാപ്പ പറഞ്ഞാൽ മക്കള് കേൾക്കൂല, ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല. അപ്പോ നമ്മുടെ വീടുകളിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നത്തിന്റെയും മൂലകാരണം അത് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ ഓതുന്നില്ല എന്നതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണോ, നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വേണോ, നമ്മുടെ വീട്ടിൽ സമാധാനം വേണോ, നമ്മുടെ വീട്ടിൽ ഐക്യം വേണോ, നമ്മുടെ വീട്ടിൽ ഒത്തൊരുമ വേണോ, നമ്മുടെ വീട്ടിൽ പരസ്പര സഹകരണം വേണോ, മക്കൾ പറഞ്ഞാൽ കേൾക്കണോ, മക്കൾ അനുസരണയുള്ളവരാകണോ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സന്തോഷം വേണോ, സ്നേഹം വേണോ, അങ്ങനെ തുടങ്ങി നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യം വേണോ, ഇതൊക്കെ വേണമെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആൻ ഫീ ബുയൂതിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ധാരാളം വർദ്ധിപ്പിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനൊന്നും നമുക്ക് പറ്റൂല. നമുക്ക് ഒരു ഗുളിക കഴിച്ചാൽ അസുഖം മാറുന്നത് പോലെ അധ്വാനിക്കാതെ അസുഖം മാറണം. വീട്ടിൽ വലിയ പ്രയാസമാണ്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോയിട്ട് ചുളിവിൽ ഇത് പരിഹരിച്ച് കിട്ടണം. ഇതുപോലെ അധ്വാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. പ്രിയമുള്ളവരെ, അധ്വാനിക്ക്, ആഖിറം നേടൂ, ആഖിറത്തിൽ നാം വിജയം കാണൂ. പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കൂ. എന്നാൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം ഉണ്ടാകും. പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. പ്രേമുള്ളവരെ, നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതണം. മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണം, അവരെ ശീലമാക്കണം. നമ്മൾ ഓതാതെ മക്കളോട് നീ ഓതടാ, നീ ഓതിയോ എന്ന് ചോദിക്കലല്ല. മക്കൾക്ക് നമ്മൾ മാതൃകയാകണം. മക്കളല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും, എന്താ ഉമ്മാക്ക് ഓതാനൊന്നുമില്ലേ, എന്താ ഉപ്പാക്ക് ഓതാനൊന്നുമില്ലേ എന്ന് തിരിച്ചു ചോദിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സുബഹി നിസ്കാരത്തിന് ശേഷം, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഉപ്പ ഖുർആൻ ഓതുന്നു, ഉമ്മ ഖുർആൻ ഓതുന്നു. ഇത് കണ്ട് വളരുന്ന മക്കൾ അവർ പറയാതെ തന്നെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ഓതുന്നു. എത്ര സന്തോഷമുള്ള ജീവിതം, എത്ര ആനന്ദകരമായ ജീവിതമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ആകാശവാന ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രംഗങ്ങൾ സ്വഹാബത്ത് കണ്ടില്ലേ? പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഖുലൈർ റളിയല്ലാഹു അൻഹു വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്.
അദ്ദേഹത്തിന്റെ കുതിരയെ വീടിന്റെ സമീപത്ത് ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. മഹാനവറുകൾ ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ ആ കുതിര വെപ്രാളപ്പെടുകയാണ്, നിലവിളിക്കുകയാണ്, ചാടുകയാണ്. ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഓത്ത് നിർത്തി. കുതിരയ്ക്കും സമാധാനമായി. പിന്നെയും മഹാനവറുകൾ ഓതാൻ തുടങ്ങി. കുതിര വെപ്രാളപ്പെടാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു. അവസാനം കുതിരയുടെ കെട്ട് അഴിയാനായിട്ടുണ്ട് എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യഹ്യ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആ യഹ്യയുടെ മേത്തുക്കെങ്ങാനും കുതിര ചാടുമോ എന്നുള്ള ഭയത്തിൽ ഖുർആനോത്ത് നിർത്തിയിട്ട് ആ കുതിരയെ ശരിക്ക് കെട്ടാൻ വേണ്ടിയിട്ട്, കയറ് മുറുക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു പോയി. കുതിരയെ മുറുക്കെ കെട്ടി ആകാശത്തിലേക്ക് നോക്കുമ്പോ റഫഅ റഅസഹു ഇലസ്സമാ ഹത്താ മാ യറാഹ, ആകാശത്തിലേക്ക് നോക്കുമ്പോ എന്തോ നിഴലുകൾ കാണുകയാണ്. എന്തോ വിളക്കുകൾ കത്തിച്ചു വെച്ചതുപോലെ തോന്നുകയാണ്. പേടിച്ചുകൊണ്ട് ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു വേഗം കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതമായി, സുബഹിന്റെ സമയമായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉസൈദ്, തിൽക്കൽ മലായിക, ഉസൈദേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ആ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് അടുത്തടുത്ത് വരുന്ന രംഗമായിരുന്നു ഉസൈദേ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, റഹ്മത്ത് വേണോ, ബറക്കത്ത് വേണോ, ഐശ്വര്യം വേണോ, പ്രതിസന്ധികൾ മാറണോ, കടങ്ങൾ വീടണോ, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണോ, കുടുംബത്തിൽ ഐക്യം വേണോ, നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിനെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. ഖുർആൻ ഉയരമുള്ള സ്ഥലത്തേ വെക്കാൻ പാടുള്ളൂ. ചില സമയത്ത് പള്ളിയിൽ ജുമഅയ്ക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അൽ കഹഫ് ഓതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ചയൊക്കെ ഖുർആൻ എടുത്ത് വരുമ്പോൾ ഏതോ ഒരു പുസ്തകം കയ്യിൽ പിടിച്ചിട്ട് വരുന്നത് പോലെ അരയ്ക്ക് താഴെ ഇങ്ങനെ കയ്യും വീശി വരുന്നതായി കാണാം. ഖുർആൻ അങ്ങനെ എടുക്കാൻ പാടില്ല. അരയ്ക്ക് മീതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം പരിശുദ്ധമായ ഖുർആനിനെ പിടിക്കാൻ. ഖുർആൻ ഓതുമ്പോൾ തന്നെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഖുർആൻ നിലത്ത് വെക്കുന്ന ആളുകളുണ്ട്. വിവരക്കേടുകൊണ്ട് വിവരമില്ലാതെ നിലത്ത് വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വെക്കാൻ പാടില്ല. ഖുർആൻ ഉയരമുള്ള സ്ഥലത്തേ വെക്കാൻ പാടുള്ളൂ. ഖുർആനിന്റെ മീതെ ഒരു വസ്തുവും വെക്കാൻ പാടില്ല. നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ കണ്ണാടിയാകട്ടെ, എന്താവട്ടെ, ഒന്നും പരിശുദ്ധമായ ഖുർആനിന്റെ മീതെ വെക്കാനുള്ളതല്ല. അതുപോലെ തന്നെ നാം ഖുർആനിന്റെ പേജ് മറയ്ക്കുമ്പോൾ, പേജ് മറിക്കുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തുപ്പലം പുരട്ടുന്ന പണിയുണ്ട്. പല ആളുകളും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ മറിക്കുമ്പോൾ പേജ് എളുപ്പത്തിൽ മറയാൻ വേണ്ടിയിട്ട് നമ്മളെ വായിൽ തുപ്പുനീരെടുത്തുകൊണ്ട് ഖുർആൻ മറിക്കുക. അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഹാഷിയത്ത് ഷർവാനിയിൽ കാണാം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഹറാമാണ്, നാം സൂക്ഷിക്കണം. ഖുർആനിനെ അനാദരവോടുകൂടെ നാം സമീപിക്കാൻ പാടില്ല. ഖുർആനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇത് ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ രംഗങ്ങൾ വളരെ ദയനീയമാണ്. പടക്കക്കടയിലെ കടലാസുകൾ ഖുർആനിന്റെ പേജുകളാവുക എന്നത് മുസ്ലിം ഉമ്മത്തെ, നിങ്ങളാണ് അതിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ആ പ്രതിസ്ഥാനത്ത് നാം ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ആവർത്തിച്ചുകൊണ്ട് ഖുർആനിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇത്രയും പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.